നമസ്കാരം. നമ്മളിന്ന് ഒരു പ്രത്യേക മണ്ഡലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കുന്നത്തുനാട്. ഇതൊരു സാധാരണ തിരഞ്ഞെടുപ്പ് വിശകലനമല്ല, മറിച്ച് കുന്നത്തുനാടിന്റെ രാഷ്ട്രീയ മനസ്സ് തൊട്ടറിഞ്ഞ് ഒരു പുതിയ ജനവിധിക്ക് വേണ്ടിയുള്ള ഒരു രൂപരേഖ തയ്യാറാക്കാനുള്ള ശ്രമമാണ്. കുന്നത്തുനാട് കേരള രാഷ്ട്രീയത്തിൽ എപ്പോഴും ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു മണ്ഡലം. കാരണം ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം ഒരു നൂൽപാലത്തിലൂടെ പോകുന്നതുപോലെയാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും വിജയിയെ തീരുമാനിക്കുന്നത് വളരെ ചെറിയൊരു ഭൂരിപക്ഷമാണ്. അതുകൊണ്ടുതന്നെ ഇവിടുത്തെ ഓരോ വോട്ടും നിർണായകമാണ്, ഒരു രാഷ്ട്രീയ പ്രസ്താവനയാണ്. ഈ വിശകലനത്തിൽ നമ്മൾ 5 പ്രധാന കാര്യങ്ങളാണ് നോക്കുന്നത്. ആദ്യം കുന്നത്തുനാടിന്റെ രാഷ്ട്രീയ ഘടന, പിന്നെ അവിടുത്തെ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ. തുടർന്ന് 2021 തെരഞ്ഞെടുപ്പ് ഫലം നമുക്കൊന്ന് കീറിമുറിച്ച് പരിശോധിക്കാം. അതിനുശേഷം മുന്നോട്ടുള്ള വഴി, അതായത് ചതുർമുഖതന്ത്രം. ഒടുവിൽ ഒരു പുതിയ ജനവിധിക്കായി എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ബ്ലൂ പ്രിന്റ്. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. ഒരു മണ്ഡലത്തെ ശരിയായി മനസ്സിലാക്കണമെങ്കിൽ അവിടുത്തെ മണ്ണിനെയും മനുഷ്യരെയും അവർക്കിടയിലുള്ള സാമൂഹികമായ ഒഴുക്കുകളെയും അറിയണം. കുന്നത്തുനാട് വെറുമൊരു ഭൂപ്രദേശമല്ല, അതൊരു സങ്കീർണമായ സാമൂഹിക വ്യവസ്ഥയാണ്. ഈ കണക്കുകളിലേക്ക് ഒന്ന് നോക്കൂ. കുന്നത്തുനാടിന്റെ സാമൂഹിക ഘടന എത്രമാത്രം സന്തുലിതമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഹിന്ദുക്കൾ 37%, മുസ്ലിങ്ങൾ 33%, ക്രിസ്ത്യാനികൾ 30%. അതായത് ഒരു സമുദായത്തിനും തനിച്ചൊരു മേൽക്കോയ്മയില്ല. ഓരോ സമുദായത്തിലും ലത്തീൻ, സിറിയൻ കത്തോലിക്കർ, സുന്നി, EKSY വിഭാഗങ്ങൾ എന്നിങ്ങനെ ശക്തമായ ഉപവിഭാഗങ്ങളുമുണ്ട്. ഇവിടെ വിജയിക്കണമെങ്കിൽ ഇവരെ എല്ലാവരെയും ഒരുമിച്ചു കൊണ്ടുപോകാൻ കഴിയണം. ഇനി വോട്ടർമാരിലേക്ക് വരാം. 4-1 പേർ യുവാക്കളാണ്, പകുതിയോളം സ്ത്രീകളും. പിന്നെ ഏകദേശം 18% വരുന്ന പട്ടികജാതി വിഭാഗം. ഇത് വളരെ നിർണായകമായ ഒരു വോട്ട് ബാങ്കാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരും തിരികെ വന്നവരുമായ ഒരുപാട് പ്രവാസി കുടുംബങ്ങളിവിടെയുണ്ട്. അതോടൊപ്പം SNDP, NSS പോലുള്ള സാമുദായിക സംഘടനകളും ഇവിടത്തെ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. ഈ കണക്കുകൾക്കപ്പുറം എന്താണ് യഥാർത്ഥത്തിൽ അവിടുത്തെ മനുഷ്യരുടെ ജീവിതം? ഒരു തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനം ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളാണ്. നമുക്ക് കുന്നത്തുനാട്ടിലെ സാധാരണക്കാരുടെ ചില പ്രധാന പരാതികളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ഉദാഹരണത്തിന് ഐക്കരനാട് പഞ്ചായത്ത്. അവിടുത്തെ ഓരോ വീട്ടിലെയും പ്രധാന പ്രശ്നം കുടിവെള്ളമാണ്. പൈപ്പിൽ വെള്ളം എപ്പോൾ വരുമെന്നോ വന്നാൽ തന്നെ അത് ശുദ്ധമായിരിക്കുമോ എന്നോ ഒരു ഉറപ്പുമില്ല. ഭരണപരമായ വീഴ്ചകൾ ഒരു സാധാരണ കുടുംബത്തിന്റെ അടുക്കളയെ വരെ എങ്ങനെ ബാധിക്കുന്നുവെന്നതിന്റെ നേർക്കാഴ്ചയാണിത്. ഇനി കിഴക്കമ്പലത്തേക്ക് വരാം. അവിടെ ഒരു വശത്ത് വ്യവസായങ്ങൾ വളരുന്നുണ്ട്, തൊഴിലവസരങ്ങളുണ്ടാകുന്നുണ്ട്. പക്ഷേ മറുവശത്തോ അതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ല. നല്ല റോഡുകളോ കൃത്യമായ പൊതുഗതാഗത സൗകര്യങ്ങളോ ഇല്ല. വികസനമെന്നത് കെട്ടിടങ്ങൾ മാത്രമല്ല, മനുഷ്യരുടെ ജീവിത സൗകര്യങ്ങൾ കൂടിയാണെന്ന് നമ്മൾ ഓർക്കണം. വാഴക്കുളത്തെ കർഷകരുടെ കാര്യം നോക്കാം. കൈതച്ചക്കയ്ക്ക് പേരുകേട്ട സ്ഥലമാണ്, പക്ഷേ കർഷകർക്ക് ന്യായമായ വില കിട്ടുന്നില്ല. വിളവെടുപ്പ് സമയത്ത് ഗ്രാമീണ റോഡുകൾ തകർന്നു കിടക്കുകയാണ്. കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കുടുംബം അനുഭവിക്കുന്ന സാമ്പത്തിക സമ്മർദ്ദം എത്ര വലുതായിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ പ്രശ്നങ്ങളെല്ലാം ഒരു സാധാരണ കുടുംബത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഈ കണക്കുകൾ അത് വ്യക്തമാക്കും. ഭക്ഷ്യവസ്തുക്കളുടെ വില 10.9% കൂടി. പച്ചക്കറികളുടെ വിലയോ 42%. അതായത് വരുമാനം അവിടെ തന്നെ നിൽക്കുമ്പോൾ ചിലവുകൾ കുതിച്ചുയരുകയാണ്. ഇത് വെറുമൊരു സാമ്പത്തിക കണക്കല്ല, ഓരോ വീട്ടിലെയും സമാധാനത്തെ ബാധിക്കുന്ന രാഷ്ട്രീയ പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ജനാധിപത്യം ആരോഗ്യകരമായി മുന്നോട്ടു പോകണമെങ്കിൽ സത്യസന്ധവും ഉത്തരവാദിത്തബോധത്തോടെയുമുള്ള സംഭാഷണങ്ങൾ ഉണ്ടാകണം. നമ്മളിപ്പോൾ കേട്ട ഓരോ പരാതിയും ശരിക്കും ഭരണാധികാരികളും ജനങ്ങളും തമ്മിൽ നടക്കേണ്ട ഒരു സംഭാഷണത്തിന്റെ തുടക്കമാണ്. ശരി, പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു. ഇനി കഴിഞ്ഞ തവണ, അതായത് 2021 എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് സൂക്ഷ്മമായൊന്ന് പരിശോധിക്കാം. ആ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഓരോ കണക്കുകളും നമ്മോട് എന്താണ് പറയുന്നതെന്ന് നോക്കാം. അപ്പോ എത്രത്തോളം വാശിയേറിയതായിരുന്നു കഴിഞ്ഞ മത്സരം? ആ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെയാണ് കളി മാറിയത്. ഈ വോട്ട് വിഹിതം നോക്കൂ. CPIMന് ഏകദേശം 34%, കോൺഗ്രസിന് 32%, 2020ക്ക് ഏതാണ്ട് 28%. വോട്ടുകൾ വ്യക്തമായി 3ആയി വിഭജിക്കപ്പെട്ടു. ആർക്കും ഒരു വ്യക്തമായ മുൻതൂക്കമില്ല. 2020 എന്ന ശക്തി എത്രത്തോളം നിർണായകമായി എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. BJPക്ക് 5%-നടുത്ത് വോട്ടുകളുമുണ്ട്. വിജയിയെ തീരുമാനിച്ച വോട്ടുകളുടെ എണ്ണം വെറും
2700. 1.25 ലക്ഷത്തിലധികം വോട്ടർമാരുള്ള ഒരു മണ്ഡലത്തിൽ വിജയവും പരാജയവും തമ്മിലുള്ള വ്യത്യാസം ഇത്ര ചെറുതായിരുന്നു. അതായത് ഓരോ ബൂത്തിലെയും ഓരോ വോട്ടും അത്രയേറെ വിലപ്പെട്ടതാണ്. നിലവിലെ എംഎൽഎ പി.വി. ശ്രീനിജിനെ ഒന്ന് വിലയിരുത്താം. അദ്ദേഹത്തിന്റെ ശക്തി എന്താണ്? അദ്ദേഹം ചെറുപ്പമാണ്, നല്ലൊരു പ്രസംഗകനാണ്, പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ്. സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയോടെ പദ്ധതികൾ കൊണ്ടുവരാൻ സാധിക്കും. എന്നാൽ മറുവശത്ത് ചില ദൗർബല്യങ്ങളുമുണ്ട്. വികസന പദ്ധതികൾ തടസ്സപ്പെടുത്തുന്നു എന്ന ആരോപണമുണ്ട്. ജാതീയമായ ചില പ്രശ്നങ്ങൾ പൊതുവിടങ്ങളിൽ ചർച്ചയായി. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പോരായ്മകളുണ്ടെന്നും വിമർശനമുണ്ട്. ഈ ദൗർബല്യങ്ങളാണ് ഒരു എതിരാളിക്ക് അവസരങ്ങൾ തുറന്നുകൊടുക്കുന്നത്. ഇതുവരെയുള്ള വിശകലനത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ഇനി മുന്നോട്ട് ഒരു പുതിയ ജനവിധി നേടാൻ വ്യക്തമായൊരു തന്ത്രം വേണം. അതിനെയാണ് നമ്മൾ ചതുർമുഖ സിദ്ധാന്തമെന്ന് വിളിക്കുന്നത്. ഈ തന്ത്രത്തിന് 4 മുഖങ്ങളുണ്ട്. 1. ശിവനെപ്പോലെ ആക്രമണാത്മകമായി സർക്കാരിന്റെ വിലക്കയറ്റം, തൊഴിലില്ലായ്മ തുടങ്ങിയ പരാജയങ്ങളെ തുറന്നു കാട്ടുക. 2. വിഷ്ണുവിനെപ്പോലെ പരിചയസമ്പന്നവും സുസ്ഥിരവുമായ ഒരു ഭരണമാണ് വാഗ്ദാനമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. 3. ബ്രഹ്മാവിനെപ്പോലെ യുവാക്കൾക്കും പ്രവാസികൾക്കുമായി പുതിയ ആശയങ്ങളും പദ്ധതികളും മുന്നോട്ട് വയ്ക്കുക. 4. ദുർഗയെപ്പോലെ ദുർബലരായ വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളുക, അവർക്ക് സംരക്ഷണം നൽകുക. ഈ 4 ചേരുമ്പോഴാണ് ഒരു സമ്പൂർണ്ണ തന്ത്രം രൂപപ്പെടുന്നത്. വലിയ തന്ത്രങ്ങൾ മാത്രം പോരല്ലോ, അത് താഴെത്തട്ടിൽ എങ്ങനെ നടപ്പിലാക്കും? അതാണ് അടുത്ത ചോദ്യം. ഉയർന്ന തലത്തിലുള്ള ഈ ആശയങ്ങളെ ഒരു പ്രായോഗിക കർമ്മ പദ്ധതിയാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോ വോട്ടർമാരുടെ മുന്നിലുള്ള ചോദ്യം ഇതാണ്. ഒരു വശത്ത് നിലവിലെ എംഎൽഎയുടെ ദൗർബല്യങ്ങൾ, ജാതീയമായ ഉരസലുകൾ, പദ്ധതികൾ വൈകുന്നു എന്ന പരാതി, വോട്ടർമാർക്കിടയിലുള്ള ഒരു മടുപ്പ്. മറുവശത്ത് ഒരു പുതിയ സ്ഥാനാർത്ഥിക്ക് നൽകാൻ കഴിയുന്ന അവസരങ്ങൾ, സാമൂഹ്യ നീതി, സുസ്ഥിരമായ ഭരണം, യുവാക്കളുടെ സ്വപ്നങ്ങൾക്ക് നൽകുന്ന പിന്തുണ. ഈ രണ്ടിൽ ഏത് വേണമെന്ന് ജനങ്ങൾ തീരുമാനിക്കും. ഓരോ വിഭാഗത്തിലേക്കും എങ്ങനെ കൃത്യമായി എത്താം? യുവാക്കൾക്കിടയിൽ സ്കിൽ ആൻഡ് സ്റ്റാർട്ടപ്പ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുക. സ്ത്രീകളുടെ സുരക്ഷയ്ക്കും കുടുംബശ്രീ യൂണിറ്റുകൾക്കും പ്രാധാന്യം നൽകുക. ഈഴവ SNDP നേതൃത്വവുമായി കാർഷിക വിളകളുടെ വിലയെക്കുറിച്ച് സംസാരിക്കുക. പട്ടികജാതി വർഗ വിഭാഗങ്ങളിലെ വീടുകളിൽ നേതാക്കൾ നേരിട്ടെത്തി ഭവന പദ്ധതികൾ വേഗത്തിലാക്കുമെന്ന് ഉറപ്പു നൽകുക. പ്രവാസി കുടുംബങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക. ഓരോ വിഭാഗത്തിനും പറയാനുള്ളത് കേൾക്കുക എന്നതാണ് പ്രധാനം. ഈ കാലഘട്ടത്തിൽ വോട്ടർമാരുമായി സംസാരിക്കുമ്പോൾ ഒരു കാര്യം മറക്കരുത്: വിശ്വാസം. ഇന്ത്യയുടെ പുതിയ ഡേറ്റാ നിയമങ്ങൾ പറയുന്നത് ആ വിശ്വാസം പടുത്തുയർത്തേണ്ടത് ഓരോ വ്യക്തിയുടെയും സമ്മതത്തോടെയും വ്യക്തമായ ഉദ്ദേശ്യത്തോടെയുമാണ് എന്നാണ്. ആളുകളുടെ വ്യക്തിപരമായ വിവരങ്ങൾ, അവരുടെ സ്വകാര്യതയെ പൂർണ്ണമായും മാനിച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. തന്ത്രങ്ങളെല്ലാമുണ്ട്, കർമ്മപദ്ധതി തയ്യാറാണ്. പക്ഷേ അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഈ സന്ദേശം ജനങ്ങളിലേക്കെത്തിക്കാൻ ആരാണ് ശരിയായ ആള്? വർഷങ്ങളുടെ അനുഭവസമ്പത്തുള്ള ഒരു നേതാവാണോ, അതോ ജനങ്ങൾക്കിടയിൽ നിന്ന് വരുന്ന അവരുടെ പ്രശ്നങ്ങൾ അറിയാവുന്ന ഒരു പുതിയ മുഖമാണോ വേണ്ടത്? ആ ഒരു തീരുമാനമായിരിക്കും ഈ തിരഞ്ഞെടുപ്പിന്റെ ഫലം നിർണ്ണയിക്കുക. നിങ്ങളൊരു ജനകീയ നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയരങ്ങളിലെത്തിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai ബന്ധപ്പെടുക. ഇമെയിൽ mgr@blueprintstrategies.ai. ഫോൺ 08042041602. രാഷ്ട്രീയം ലക്ഷ്യങ്ങൾക്കപ്പുറം.